നമസ്തേ, സ്വാഗതം ഫാബ്ലൈൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി ഫ്രം ഫാബ്ലൈൻസ്. ഞങ്ങളുടെ സ്ഥലം മൈലാടി, നിലമ്പൂർ, മലപ്പുറം ഡിസ്ട്രിക്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ മെറ്റീരിയൽസ് കാണിക്കുമ്പോൾ ഞാൻ പറയാം. എനിക്കറിയാം എക്സാം ആണ്, അതിൻ്റെ തിരക്കുകളുണ്ട്, പെട്ടെന്ന് മെറ്റീരിയൽസ് കാണിക്കാം കേട്ടോ. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ചെല്ലാം വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അപ്പോൾ അത് നിങ്ങൾക്ക് സമയമുള്ളവർക്ക് കാണാമല്ലോ. അപ്പോൾ നമ്മളിന്ന് കാംബ്രിക് കോട്ടണിൽ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ്, നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റ്സ് വന്നിട്ടുണ്ട്. കുറച്ച് വലിയ ഡിസൈൻസ് ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ഇത്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോൾ എന്തായാലും നമുക്ക് ലൈനിങ് യൂസ് ചെയ്യണം. ഇത് അപ്പോൾ ഇതിൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 30 റുപ്പീസ് വരുന്ന നോർമൽ ഒരു ലൈനിങ്ങേ ഉള്ളൂ. അപ്പോൾ അതിൽ കൂടിയ മെറ്റീരിയൽസ് വേണ്ടവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വാങ്ങാം. സ്റ്റിച്ചിങ്ങിന് തരുമ്പോഴും അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ ലൈനിങ് വേണമെങ്കിൽ അതിനനുസരിച്ച് പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിൻറ്റ് വരുന്നത്. ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ലൈലാക്ക് ഷെയ്ഡ്, ലൈലാക്കാണോ ലാവൻഡറിൻ്റെ ഡാർക്ക് ലൈലാക്ക് പ്രിൻറ്റ് വരുന്നു, ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഷെയ്ഡിൽ. അപ്പോൾ അതിൻ്റെ കൂടെ ബോട്ടമായിട്ട് സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൽ ഇടയിൽ വരുന്ന ഈ ഒരു ലീഫ് പാറ്റേൺ ഉണ്ടല്ലോ, അതിൻ്റെ കളറിലുള്ള പ്രിൻ്റാണ് ബോട്ടത്തിന് വന്നേക്കുന്നത്. ഇങ്ങനെ. അപ്പോൾ ഈ ബോട്ടം മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും. നമുക്കിത് ഒരുപാട് തിക്കല്ല. അപ്പോൾ നമുക്കിത് തന്നെ വേണമെങ്കിൽ ദുപ്പട്ടയായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഡബിൾ ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഇവർ കാംബ്രിക്കിൽ കുറച്ച് തിക്നെസ് കുറച്ചുണ്ടാക്കുന്നത്. അപ്പോൾ എയ്തർ ബോട്ടം ഓർ ദുപ്പട്ട അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ 44 ഇഞ്ച് വിഡ്ത്ത്, 140 റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ വരുന്നു. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഡാർക്ക് കളർ ബോട്ടം വേണം എന്നുള്ള ഓപ്ഷൻ വേണ്ടവർക്ക് നമ്മൾ ഇത് ഖാദി കോട്ടണിലെ ഈ ഒരു മെറ്റീരിയൽ ഇതിന് ബോട്ടമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മാത്രം നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ 160 റുപ്പീസ് വരുന്ന ഖാദി കോട്ടൺ. ഇത് ഹെവി മെറ്റീരിയൽ ആട്ടോ, ഷർട്ടിങ്ങിനും പറ്റും. അപ്പോൾ നമുക്കിതിൽ സിഗരറ്റ് ബോട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫിനിഷിംഗ് ഉണ്ടാവും. ഇതിൽ ഇങ്ങനെ വരും, ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഈ ഒരു ബോട്ടം സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്കൊരു ഗുണമുള്ളത് ഇതിൽ ഇങ്ങനെയും പറ്റും, ഈ ഒരു മെറ്റീരിയലും കൂടെ. ഈ രണ്ട് മെറ്റീരിയലിലും നിങ്ങൾക്ക് ഇതിൽ ടോപ്പ് ചെയ്ത് ഇതിലും ടോപ്പ് ചെയ്തിട്ട് ഒറ്റ ബോട്ടത്തിൽ അങ്ങനെ വേണമെങ്കിലും ഒപ്പിക്കാം. അപ്പോൾ ഏതാണോ 2-3 ഓപ്ഷൻ ഞാൻ തരുന്നുണ്ട്, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്കിനി നമ്മുടെ അടുത്തുള്ള മൾട്ടി കളർ കാന്ത ലൈൻസിൽ ഇത് എടുത്തു കഴിഞ്ഞാലും, അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ബോട്ടം ഉണ്ടെങ്കിൽ അവന് വേറെ ബോട്ടം പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചെയ്യാം. മറ്റേ മെറ്റീരിയൽ ദുപ്പട്ടയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ, ആസ് പെർ യുവർ വിഷ്. ഇങ്ങനെ. ഇനി നമ്മുടെ കാംബ്രിക്കിൽ ഈ ഒരു പ്രിൻറ്റും ബോട്ടത്തിന് പറ്റും. ഇതിൻ്റെ കൂടെ ഡാർക്ക് അല്ല തോന്നിയതുകൊണ്ട് ഞാൻ ഇതുകൂടെ കാണിച്ചിട്ട് നമ്മുടെ 44 ഇഞ്ച് വിഡ്ത്ത് വരുന്ന 140 റുപ്പീസിൻ്റെ കാംബ്രിക് കോട്ടൺ ഇങ്ങനെ. അപ്പോൾ ഈ ഇതിനെക്കുറിച്ചുള്ള പരിപാടികൾ കഴിഞ്ഞു. ഇനി അതിൽ അടുത്ത കളർ വരുന്നത് ഇങ്ങനെ. സെയിം വിഡ്ത്ത്, സെയിം പ്രൈസ്, 44 ഇഞ്ച് വിഡ്ത്ത്, 140 റുപ്പീസ് പെർ മീറ്റർ. കാരണം ഇതിന് ലൈനിങ് വേണം കേട്ടോ. നമുക്ക് ഡാർക്ക് കളേഴ്സ് വരുമ്പോൾ ലൈനിങ് അത്ര കമ്പൽസറി അല്ല. ഇതാണ് ഇങ്ങനെ. ഇനി ഇന്നർ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ കുഴപ്പമില്ല, ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ വരുന്ന മറ്റേതിലും വന്നിരിക്കുന്ന ഇതിൽ വരുന്ന ആ ഒരു ലീഫ് പാറ്റേൺ ഉണ്ടല്ലോ, അതിൻ്റെ കളറിലാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം, കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഓപ്റ്റ് ചെയ്യാം. 44 ഇഞ്ച് വിഡ്ത്ത്, 140 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് വേണ്ടവർ ഈ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. അപ്പോൾ സിംഗിളായിട്ട് ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ഇതിന് ബോട്ടവും ദുപ്പട്ടയും കൂടെ വേണ്ടവരാണെങ്കിൽ, ഇപ്പോൾ ഫുൾ വിഡ്ത്ത് തന്നെ ദുപ്പട്ട വേണമെന്നുള്ളവരാണെങ്കിൽ 2 മീറ്റർ ബോട്ടത്തിനും 2.25 മീറ്റർ ദുപ്പട്ടയ്ക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുക, ഒന്നിച്ച് പർച്ചേസ് ചെയ്താലും മതി. ഇനി അതല്ല ദുപ്പട്ട ഒരുപാട് വീതി വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഒരു 3.75 3.25 മീറ്റർ ഒന്നിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ ദുപ്പട്ട വീതി കുറച്ചിട്ട് ഒരു 24 ഇഞ്ച് വിഡ്ത്തിൽ ദുപ്പട്ട മോൾ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം അതിന് റിമൈനിങ് പാർട്സ് കൊണ്ട് നമുക്ക് ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ. അപ്പോൾ നിങ്ങൾ ടൈലറിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്തു തരും കേട്ടോ. ഇനി അടുത്ത മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസിൽ അടുത്തത് വരുന്നത് ഇങ്ങനെ. നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിൽ വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വരുന്നു. ഒരു പേസ്റ്റൽ ഗ്രീൻ, ഒരു പിസ്ത ഗ്രീനേക്കാളും ഒക്കെ ഒരു ഗ്രേയുടെയും പിസ്ത ഗ്രീൻ്റെ ഒരു കോമ്പിനേഷൻ ഇതൊക്കെ ബ്ലെൻഡായിട്ടൊക്കെ പറ്റില്ലേ, അങ്ങനെ ഇതുപോലെ സെറ്റായിട്ട് വേണ്ടവർ ഇങ്ങനെ. നോർമലി നമുക്ക് നോർമൽ സൈസ് വേറെ മോഡലൊന്നും ഇല്ലാത്ത ടോപ്പാണെങ്കിൽ 2.5 മീറ്റേഴ്സ് ടോപ്പിനും 2 മീറ്റേഴ്സ് ബോട്ടത്തിന് എടുക്കുക, കാരണം വിഡ്ത്ത് 44 ഉണ്ട്. ഇനി ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഇങ്ങനെ 44 ഇഞ്ച് വിഡ്ത്ത്, 140 റുപ്പീസ് പെർ മീറ്റർ. അടുത്തത് ഇങ്ങനെ. ഇനി അടുത്ത സെറ്റ് വരുന്നു ഇങ്ങനെ, ഒരു ടീൽ ബ്ലൂ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിഡ്ത്ത്, 140 റുപ്പീസ് പെർ മീറ്റർ. സെറ്റായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം. സോഫ്റ്റ് കാംബ്രിക് കോട്ടൺ ആണേ, ഇതിങ്ങനെ വരുന്നു. അപ്പോൾ ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് എടുക്കുക. അടുത്തത് ഇങ്ങനെ വരുന്നു. നമ്മൾ ആദ്യം കണ്ടതിൻ്റെ ഒരു വേറെ കളറൂടെ ഇങ്ങനെ വരുന്നു. അതിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ഓണിയൻ പിങ്കിൻ്റെയും ഒരു ലാവൻഡറിൻ്റെയും കൂടെ മിക്സായ ഒരു കളറ്. ഞാൻ വേറെ ഇതിരിക്കുന്ന കളർ ഇതിന് മൗവ് കളറാണ് അല്ലേ, അത് ഇങ്ങനെ വരുന്നു. മൗവ് കളർ എന്നും കൂടെ പറയാൻ പറ്റില്ല, ഒരു ഇൻ ബിറ്റ്വീൻ നല്ലൊരു ഭംഗിയുള്ള സുന്ദരി കളർ. 44 ഇഞ്ച് വിഡ്ത്ത്, 140 റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ.
സ്ക്രീനിൽ 3 നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ഒറ്റത്തവണ മാത്രം സ്ക്രീൻഷോട്ട് അയക്കുക. അയക്കുമ്പോൾ തന്നെ അവൈലബിൾ എന്ന് ചോദിക്കാതെ എത്ര മീറ്റർ നിങ്ങൾക്ക് വേണ്ടതെന്ന് കൂടെ പറഞ്ഞേക്കുക. അങ്ങനെയാണ് അയക്കേണ്ടത്. പിന്നെ വർക്കിംഗ് അവേഴ്സിൽ അവർ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് റിപ്ലൈ തന്ന് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുമേ. ഇനി നമുക്ക് ഇക്കത്ത് കളക്ഷൻസ് കാണാം. ഞാൻ പുതിയ കളക്ഷൻസും ഉണ്ട്, ഇതിന് മുമ്പ് കാണിച്ച ഷോപ്പിൽ ഇനി അവൈലബിൾ ആയത് കളക്ഷൻസും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കത്തിൽ ഷോർട്ട് വീഡിയോയുടെ ഒരു കുറവ് കൂടെ ഇതിൽ നികത്തുന്നുണ്ട് മാക്സിമം കളക്ഷൻസ് കാണിച്ചിട്ട്. അപ്പോൾ ഇക്കത്ത് 44 ഇഞ്ച് വിഡ്ത്ത് 170 റുപ്പീസ് പെർ മീറ്റർ. ഇത് മിക്സഡ് മെറ്റീരിയൽ അല്ല, പ്യുവർ ഉപയോഗിച്ചവർക്ക് അറിയാം. അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതിൽ കമൻറ്റിലൊക്കെ. അപ്പോൾ 44 ഇഞ്ച് വിഡ്ത്ത് 170 റുപ്പീസ് പ്യുവർ ഹാൻഡ് വീവ് ഇക്കത്ത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്നു ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ബ്ലാക്കോ റെഡോ ഒക്കെ ബോട്ടം യൂസ് ചെയ്യാം. അടുത്തത് ഇങ്ങനെ വരുന്നു, ഐസ് ബ്ലൂ ഷെയ്ഡിൽ വരുന്നു. 44 ഇഞ്ച് വിഡ്ത്ത് 170 റുപ്പീസ് പെർ മീറ്റർ. ഇത് നമുക്ക് വിത്തൗട്ട് ലൈനിങ് ചെയ്യാൻ പറ്റും. ഇതുണ്ട്, ലൈനിങ് ഇല്ലെങ്കിലും ചെയ്താലും ഭംഗിയുണ്ടാവും. അങ്ങനെ അടുത്തത് ഒരു ഡാർക്ക് മസ്റ്റർഡ് യെല്ലോ ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിഡ്ത്ത് 170 റുപ്പീസ് പെർ മീറ്റർ. ക്യാമറമാനും സുഖമില്ല, എനിക്കും സുഖമില്ല. നമ്മളങ്ങനെ എന്തൊക്കെ കണ്ടീഷൻസ് ആണെങ്കിലും നമുക്ക് വീഡിയോ തുടർന്നല്ലേ പറ്റൂ. ഇങ്ങനെ വരുന്നു. അടുത്തത് ബ്ലാക്കിൽ ഒലിവ് ഗ്രീൻ വരുന്ന പാറ്റേൺ ഇങ്ങനെ. 44 ഇഞ്ച് വിഡ്ത്ത് 170 റുപ്പീസ് പെർ മീറ്റർ. അടുത്തത് ഇങ്ങനെ വരുന്നു. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസൊക്കെ കളക്ഷൻസൊക്കെ കുറവുണ്ടെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാലാണ്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസുമായിട്ടൊന്ന് ഓക്കെ കഴിയുമ്പോൾ കൂടുതൽ കളക്ഷൻസ് ആയിട്ട് വരും കേട്ടോ. 44 ഇഞ്ച് വിഡ്ത്ത് 170 റുപ്പീസ് പെർ മീറ്റർ. അടുത്തത് ഇങ്ങനെ വരുന്നു. ഇക്കത്തിൽ തന്നെ നമുക്ക് കോമൺ ആയിട്ട് വൈറ്റ് ബോട്ടം ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുമേ. നല്ലൊരു ബ്യൂട്ടിഫുൾ പീച്ച് ഷെയ്ഡിൽ വരുന്നു ഇങ്ങനെ. ഒരു പീച്ചിൻ്റെയും റെഡിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡായ ഒരു കളറ് ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിഡ്ത്ത് 170. അപ്പോൾ ഇക്കത്ത് ലവേഴ്സ് മിസ്സാക്കണ്ട കേട്ടോ. ഒന്ന് മാക്സിമം കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അടുത്തത് ബ്ലാക്കിൽ വരുന്നു ഇങ്ങനെ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു വെറൈറ്റി പാറ്റേണിൽ. പിന്നെ ബ്ലാക്ക് ബോട്ടം ഇട്ടിട്ട് മെറൂണോ വൈറ്റോ ദുപ്പട്ടയായിരിക്കും. ദുപ്പട്ട കളക്ഷൻസ് നെക്സ്റ്റ് മന്തിലേക്ക് കൊണ്ടുവരാം. വെറൈറ്റി കളക്ഷൻസ്. 44 ഇഞ്ച് വിഡ്ത്ത് 170 റുപ്പീസ് പെർ മീറ്റർ. ഇനി സുന്ദരി റെഡ്, ഇത് നല്ല അധികം കുത്താത്ത നല്ല ഭംഗിയുള്ള റെഡ് കളറിൽ വരുന്നു ഇങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആയ ഇപ്പോൾ സ്റ്റോക്കുള്ള അക്കോബ മുഴുവൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കളേഴ്സ് അതുണ്ടോ നിങ്ങൾ തന്നെ ചോദിക്കുന്ന കുറച്ച് പേരുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് ഇതിൽ നിന്ന് മാക്സിമം പർച്ചേസ് ചെയ്യാവുന്നവർക്ക് പർച്ചേസ് ചെയ്യാം. ഇതിൽ ഇനി ഹക്കോബയിൽ കട്ട് വർക്ക് ഹക്കോബയിൽ ഫൈൻ ലെമൺ യെല്ലോ വരുന്നു ഇങ്ങനെ. ഇതെല്ലാം നമ്മുടെ 54 ഇഞ്ച് വിഡ്ത്താണ്, വീതി കൂടുതലുള്ളതാണ്. ഇങ്ങനെ വരും. ഇത് കണ്ടു, ഫൈൻ കട്ട് വർക്ക്. അപ്പോൾ നമ്മൾ എല്ലാ ഹക്കോബയുടെ അടിയിൽ കോൺട്രാസ്റ്റ് ലൈനിങ് വെച്ച ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഇതുപോലെ ചെറിയ ഹോൾസ് വരുമ്പോൾ നമ്മൾ സെയിം ലൈനിങ് ഇട്ടിട്ട് ബാന്തിനിയിൽ വരുന്ന ഏതെങ്കിലും, നമ്മൾ ബാന്തിനി കളക്ഷൻസ് ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതിൽ വരുന്ന ഏതെങ്കിലും കളർ ദുപ്പട്ടയായിട്ട് ഹക്കോബ പ്ലസ് ബാന്തിനി പറഞ്ഞ നല്ല ഭംഗിയിലൊരു കോമ്പിനേഷനാണ്. അതിൽ ഷോർട്സും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇനിയിപ്പോൾ അവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ബാന്തിനി കളേഴ്സിൻ്റെ ഫോട്ടോസ് വേണേലും ഇട്ട് തരും. ഇത് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൽ ടോപ്പ് ആൻഡ് ബോട്ടം സെയിം കളറിൽ ചെയ്തിട്ട് ബാന്തിനിയുടെ ദുപ്പട്ട ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ 54 ഇഞ്ച് വിഡ്ത്ത്, വർക്ക് വരുന്ന ഏകദേശം 52 ഇഞ്ചിലായിരിക്കും. 300 റുപ്പീസ്, 300 രൂപ. ഇനി നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ഇത് ഫൈൻ ലാവൻഡർ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു. ഈ ലാവൻഡറിലും നമ്മൾ ബ്ലാക്കിന് നേവി ബ്ലൂവിനൊക്കെ ആയിരിക്കും വേറെ കളർ വെച്ച് കഴിഞ്ഞാൽ ഭംഗി. ഇതിനൊക്കെ നമുക്ക് ആ സെയിം കളർ ലൈനിങ് തന്നെ കൊടുക്കുകയായിരിക്കും ഭംഗി. ഇങ്ങനെ വരും. 44 ഇഞ്ച് വിഡ്ത്ത് 300, 300 രൂപ ഇതിന്. ഇനി അടുത്തത് ഇങ്ങനെ വരും. ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡിൽ കട്ട് വർക്ക്, മറ്റേതിൻ്റെ പോലെ ഓൾ ഓവർ കട്ട് വർക്ക് അല്ല, ഇങ്ങനെ വരും. 280 റുപ്പീസ്, 280 രൂപ അങ്ങനെ വരുന്നു. പിന്നെ വൈറ്റിൽ ഏതാ സ്റ്റോക്ക് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇതാ വൈറ്റിൽ ഇനി നമുക്കുള്ളത് ഇങ്ങനെ വരും. ഈ ഒരു നല്ലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി ഡിസൈനും ഫ്ലോറൽ വർക്കാണ്. അതിൻ്റെ സെൻറ്ററിലൂടെ കട്ട് വർക്കും ഹോൾസോടെ കൊടുത്തിട്ട് ഇങ്ങനെ വരും. വൈറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും കമ്പൽസറി ലൈനിങ് വെക്കാം. ഇതിന് ക്രൈപ്പ് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ബ്ലൗസ് പീസ് ലൈനിങ് അവൈലബിൾ ആണ്. അതിൽ 100 റുപ്പീസ് പെർ മീറ്റർ വരുന്ന ഇങ്ങനെ. നോർമൽ കോട്ടൺ ലൈനിങ് വെച്ചാൽ കുറച്ചൊരു ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, പിന്നെ അതിൻ്റെ ഇന്നർ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ വരും. 54 ഇഞ്ച് വിഡ്ത്ത് 300, 300 രൂപ. ഇനി നെക്സ്റ്റ് ബ്ലാക്കിൽ വരുന്നു ഇങ്ങനെ ഹക്കോബ കളക്ഷൻസ്. ഇതിലിങ്ങനെ വരുന്നു. 300 റുപ്പീസ് പെർ മീറ്റർ. അടുത്തത് ആ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ വരും.
ഇങ്ങനെ വരും. കട്ട് വർക്ക് 4 പെറ്റൽ ഫ്ലവേഴ്സ് വരുന്നു. 300 റുപ്പീസ്, 300 രൂപ. അടുത്തത് ഡാർക്ക് പീച്ച് ഇങ്ങനെ വരുന്നു. ഡാർക്ക് പീച്ചിൽ ഇങ്ങനെ വരും. 54 ഇഞ്ച് വിഡ്ത്ത്, 300 റുപ്പീസ് പെർ മീറ്റർ. ഇന്ന് എൻ്റെ കാല് സുഖമില്ല, അത്യാവശ്യം വേദന സഹിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഇങ്ങനെ മൂവ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വാക്കർ വെച്ചായിരുന്നു നടന്നിരുന്നത്. കാലിൽ ഇങ്ങനെ 1-2 പ്രാവശ്യം ഇങ്ങനെ കാല് പടം മറിയവല്ലേ, സ്പ്രെയിൻ വന്നിട്ട്. അപ്പോൾ അതിൽ വേറെ മെഡിസിൻ കൊണ്ട് മാറില്ല. അപ്പോൾ ബോണിലേക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അപ്പോൾ അതിൻ്റേതായ നല്ല ഒരു വേദനയിലാണ്. ഞാൻ റെസ്റ്റിലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഇന്നിനി വീഡിയോ ഇന്ന് സാറ്റർഡേ നൈറ്റ് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ക്യാമറാമാനും മക്കളെല്ലാവരും കൂടെ ഇവിടെ എത്തിച്ചു. അപ്പോൾ ഇവിടെ വാക്കർ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ എടുത്തത്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എനിക്ക് വന്ന് നേരിട്ട് മെറ്റീരിയൽസ് ഒന്നും നോക്കി സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ഉള്ള സത്യം കൊണ്ട് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുകയാണ്. 54 ഇഞ്ച് വിഡ്ത്ത്, 300 റുപ്പീസ് പെർ മീറ്റർ. നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും ഇതൊക്കെ അങ്ങനെ നടന്നു പോകണ്ടേ. നമ്മുടെ പുറകിലും ഒത്തിരി പേരില്ലേ, അവരുടെ കാര്യങ്ങളെല്ലാം. അടുത്തത് ഓറഞ്ച് ഷെയ്ഡ് ഇങ്ങനെ വരും. അപ്പോൾ ഇന്ന് ഹക്കോബയിൽ ഒരുവിധം കളക്ഷൻസ് ഫുള്ള് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാത്തതിൻ്റെ ഒരു പോരായ്മ കൂടെ നികത്താം. എനിക്കറിയാം ഒരു സൺഡേ സ്പെഷ്യലായിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വേണമായിരുന്നു എന്നുള്ളത്. അതൊന്നും വന്ന് സെറ്റ് ചെയ്യാനും ഒക്കെ എല്ലാ കാര്യങ്ങളും കുറച്ച് ദിവസമായിട്ട് ഇത്രയുടെ ഹെൽത്ത് ഓക്കെ അല്ലാത്തത് കൊണ്ടേ. അടുത്തത് ഇങ്ങനെ വരുന്നു. ഒരു ലൈറ്റ് ബ്ലൂവിൻ്റെ ഒരു വെരി മച്ച് ലൈറ്റ് ഷെയ്ഡ്. ഐസ് ബ്ലൂവിനെയൊക്കെ ഒരുപാട് ലൈറ്റ് ഷെയ്ഡ് ആയത്. അപ്പോൾ നമുക്ക് ആ സെയിം കളറ് നിങ്ങൾക്ക് ബോട്ടം കൂടെ ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും ഹക്കോബയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ലൈനിങ് വെച്ച് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ചെയ്തിട്ട് നമുക്ക് ഏത് ദുപ്പട്ട വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊരു ഭംഗി ഉണ്ടാവും. ദുപ്പട്ട യൂസ് ചെയ്യാത്തവരാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിൽ നമുക്കൊരു ഓൾ ഓവർ ത്രെഡ് വർക്കാണ് വരുന്നത്. ലെങ്ത് വൈസ് ഇങ്ങനെ വരും. നല്ല ഫൈൻ കാംബ്രിക് കോട്ടണിലാണ് വരുന്നത്. ഇങ്ങനെ എല്ലാം 54 ഇഞ്ചാണ് വിഡ്ത്ത് വരും. ഓൾമോസ്റ്റ് വർക്ക് ഏകദേശം 52 ഇഞ്ചിൽ. ഒരു നോർമൽ ടോപ്പിന് നമുക്ക് ഇങ്ങനെ താഴോട്ട് ഈ വർക്ക് വരുന്ന പാറ്റേൺ ആയതുകൊണ്ട് അതിന് ഫുൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് എടുക്കണം. ബാക്കിയെല്ലാം നമുക്ക് 2 മീറ്റേഴ്സിലൊക്കെ ആണെങ്കിലും ടോപ്പ് ചെയ്യാം. അടുത്തത് ഒരു കുങ്കുമ കളർ എന്നൊക്കെ പറയില്ലേ, ഒരു ഫൈൻ റെഡ്, നല്ല റെഡ് ഷെയ്ഡിൽ വരുന്നു. ഇതിനടിയിൽ നമുക്ക് ബ്ലാക്ക് ഒക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാലും ഭംഗിയുണ്ട്. ബ്ലാക്ക്, നേവി ബ്ലൂ അല്ലെങ്കിൽ പീക്കോ ബ്ലൂ ഒക്കെ ലൈനിങ് വെച്ചാലും ഭംഗിയുണ്ടാവും. ഇങ്ങനെ വരും. ഒരുപാട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണിക്കാനൊന്നും പറ്റുന്നൊരു സിറ്റുവേഷനിലല്ല. അടുത്തത് ഒരു നല്ലൊരു സുന്ദരി കളറ്, ഒരു ലൈറ്റ് ഓണിയൻ പിങ്ക് എന്നൊക്കെ പറയാവുന്ന കളറ് ഇങ്ങനെ വരും. ഇത് അടുത്തത് വൈറ്റിൽ വൺ മോർ ഷെയ്ഡ്, വൺ മോർ ഡിസൈൻ. അടുത്തൊരു വേറൊരു കട്ട് വർക്ക്. നമ്മൾ ആദ്യം കണ്ടത് ഒരു ഫ്ലോറൽ വർക്ക് പോലെയല്ലേ, ഇത് ഒരു 3 ഹോൾസും വരുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ഓൾ ഓവർ കട്ട് വർക്കും വരുന്നു ഇങ്ങനെ. അപ്പോൾ വൈറ്റ് മെറ്റീരിയൽ കാണിക്കാൻ പറഞ്ഞ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. ഇത് നമുക്ക് വരുന്ന അടുത്തത് ഒരു മിലിറ്ററി ഗ്രീനിൽ ഇങ്ങനെ വരും. ഇങ്ങനെ. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. എനിക്കറിയാം ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ അധികം വൈകാതെ തന്നെ നല്ല വെറൈറ്റി കളക്ഷൻസുമായിട്ട് വരാം. ഇത് നമ്മൾ വാട്സപ്പ് ഓൺലൈൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രീമിയം മെറ്റീരിയൽസിൻ്റെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഞാനിതിൽ. ഇതാണ് ഇങ്ങനെ സിൽക്കിൽ ജാംദാനി വർക്ക് വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ആ മെറ്റീരിയൽ ഞാൻ ആക്ച്വലി എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് വേണ്ടി വരുത്തിയതായിരുന്നു. അപ്പോൾ കല്യാണത്തിനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ സിൽക്കിൽ ജാംദാനി വർക്ക് ഇങ്ങനെ വരുന്നു. ഇതെല്ലാം ഗോൾഡൻ ബുട്ടാസ് ഉണ്ട്. ടോപ്പിനെയൊക്കെ അപേക്ഷിച്ച് ടോപ്പ് ഇതാണ് കളർ വരുന്നത്. ദുപ്പട്ട കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ് വരുന്നു. ഇതാണ് മെറ്റീരിയൽ. അതങ്ങനെ ഇതിന് 3000 സംതിങ് ഉണ്ട് റേറ്റ് വരുന്നത്. ഞാൻ ആ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ആ മെറ്റീരിയൽ എൻ്റെത് വന്ന് കഴിയുമ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ ലെങ്ത് ഉണ്ട് ദുപ്പട്ടയ്ക്ക്. 2.5 മീറ്റർ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. എനിക്ക് ഒരുപാട് കൂടുതലാണെന്ന് തന്നെ പറയാം, അത്രയ്ക്കുണ്ട്. ഞാൻ 2 സൈഡ് ഇടുകയാണെങ്കിൽ നല്ല ഇത് ടോപ്പും എല്ലാം 2.5 മീറ്റർ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് വീഡിയോ. മറ്റ് അധികം വൈകാതെ ഫുൾ എനർജിയിൽ വേറൊരു വ്യത്യസ്തമായ വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.